അക്ഷരലക്ഷം മന്ത്രങ്ങൾ ഉരുക്കഴിച്ചു. പുണ്യപാപ ചുമടുകളാം ഇരുമുടിക്കെട്ടുമേന്തി പൊന്നമ്പല മല ചവിട്ടാൻ വരുന്നു ഞങ്ങൾ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. കാലത്ത് പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിയ അമ്മൂമ്മ ആദ്യം അയ്യപ്പന് സമർപ്പിക്കുന്നു എന്ന് കരുതിയാണ് വീട്ടിൽ അനുജനും അമ്മാവനും ആ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നത്. ചിട്ടയോടുകൂടി ആ ഇരുമുടി കെട്ട് നിറയ്ക്കുവാൻ അമ്പലങ്ങളുടെ രാവിലെ ചെന്ന് തൊഴുത് കഴിഞ്ഞ് ശരണം വിളിച്ചു കഴിഞ്ഞ് ആ ഇരുമുടി കെട്ട് നിറയ്ക്കുമ്പോൾ ഇരുമുടിയുടെ മുൻകെട്ടിനകത്ത് ശബരിമല അയ്യപ്പ സ്വാമിക്ക് അഭിഷേകം ചെയ്യുവാൻ നെയ്ത്തേങ്ങ നിറച്ചു കൊടുത്തവരാണ് ഞാനും നിങ്ങളും. ആ ഇരുമുടി കെട്ടുമായി പുണ്യപാപ ചുമടുകളുമായി ആ കലിയുഗ വരദനെ കാണുന്നതിന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് അമ്മാവനും അനുജനും ഒക്കെ വരുമ്പോൾ അങ്ങ് ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുത്, ഇങ്ങ് കൊടുങ്ങല്ലൂർ അമ്മയെ കണ്ട് തൊഴുത്, ചോറ്റാനിക്കര വന്ന് തൊഴുത്, ശബരിമലയിലേക്ക് കിലോമീറ്ററുകളോളം കാനന പാതയിലൂടെ 60 കിലോമീറ്ററിലധികം നടന്നു നീങ്ങി ആ ഭസ്മക്കുളത്തിൽ മുങ്ങി ആഴി തൊഴുതുകൊണ്ട് ആ ശബരിമല സന്നിധിയിലേക്ക് നെയ്ത്തേങ്ങ നിറച്ച നെയ്യുമായി പോയ വീട്ടിൽ നിന്നാണ് ഞാൻ വളർന്നു വരുന്നത്. ആ വിഗ്രഹത്തിനോട് ചേർന്ന് കിടക്കുന്ന, ആ അയ്യപ്പ സ്വാമിയോട് ചേർന്ന് കിടക്കുന്ന ആ ദ്വാരപാളിയിൽ നിന്നും പൊന്നടിച്ചു മാറ്റിയാൽ ക്ഷമിക്കാൻ പറ്റുമോ? നമുക്ക് കഴിയില്ല. കഴിയോ? പത്തനംതിട്ട ജില്ല പന്തളം എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നിന്ന് സംസാരിക്കുമ്പോൾ വലിയ രീതിയിൽ വലിയ അഭിമാനത്തോടു കൂടിയാണ് നിങ്ങളുടെ മുൻപിൽ. നിങ്ങൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. ഈ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളൊന്ന് മാറ്റാൻ UDFന്റെ പ്രിയപ്പെട്ട ഷംസുക്ക ദയവായി അപേക്ഷിച്ചിട്ടുണ്ട്. KL 29X 8005, അതേപോലെ തന്നെ 1661 ഇന്നോവ. ഈ വണ്ടികൾ ജാഥ വന്നു കഴിയുമ്പോൾ ഇവിടെ വരുന്ന ആളുകൾ അത്രയധികം ആളുകളാണ്. കാരക്കാട് നിന്ന് വഴിയോരങ്ങളിൽ കാത്തുനിന്ന് ഇങ്ങോട്ട് കടന്നു വരാൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ അനുഗമിച്ചു വരുന്നത്. അവിടെ വന്നു കഴിയുമ്പോൾ അവർക്ക് നിൽക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ദയവായി വാഹനങ്ങൾ മാറ്റണമെന്ന് പറയുന്നു. അങ്ങനെ ആ ഇരുമുടി കെട്ടിനകത്ത് നെയ്ത്തേങ്ങ നിറച്ചു കൊടുത്ത് ശബരിമല സന്നിധിയിൽ വന്നവര് ഭസ്മക്കുളത്തിൽ കുളിച്ച് ആഴി തൊഴുത് കഴിഞ്ഞ് ആ ശബരിമല അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹത്തിൽ നെയ്യഭിഷേകം നടത്തിയാൽ അത് തിരിച്ചൊരു പാത്രത്തിനകത്ത് വാങ്ങി വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഒരൽപ്പം നെയ്യ് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ, നമ്മളത് സ്വീകരിച്ചു കഴിയുമ്പോൾ, ആ പ്രസാദം നമ്മൾ ഭക്ഷിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസമൃദ്ധി അനുഭവിച്ചരാവും നമ്മൾ.